നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ നിന്റെ തന്റെ അടുത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്ത് ധൈര്യത്തിലടാ നീ ഈ വീട്ടിൽ വന്ന് കയറിയത്? അത് പിന്നെ മഴമോള് ഞാൻ വരണമെന്ന് വാശി പിടിച്ചുകൊണ്ട്. വാശി പിടിക്കും, കാരണം അത് കുഞ്ഞ. നീ ആരാണെന്നും എന്താണെന്നും ആ പൊടിക്കുഞ്ഞിനെ അറിയില്ലല്ലോ. പക്ഷെ വകതിരിവ് കാണിക്കേണ്ടത് ആരാ? നീയാ. കോള പോലെ വളർന്ന് നിൽക്കുകയല്ലേ. കൊച്ചു വരാൻ പറഞ്ഞ ഉടനെ അതിനെ എടുത്ത് കക്ഷത്ത് വെച്ചോണ്ട് എഴുന്നള്ളുമല്ല വേണ്ടത്, ഒഴിഞ്ഞു മാറണമായിരുന്നു. നോക്ക് കാർത്തിക്, ഇപ്പൊ വന്നതിരിക്കട്ടെ. ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയ നിനക്കെതിരെ തിരിയുന്നത് സുന്ദരിയോ ഞാനോ മാലിനിയോ മാത്രം ആയിരിക്കില്ല. ഒരു കുടുംബം ഒന്നാകെ നിനക്കെതിരെ തിരിയും, ഓർത്തോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്റെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ല. ഞാൻ ഒരു പ്രശ്നത്തിനും വരാനും പോകുന്നില്ല. അതൊക്കെ അങ്ങ് വിട്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതെന്തോ ആയിക്കോട്ടെ. നീ ഇപ്പൊ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കാർക്കും അറിയേണ്ട ആവശ്യവുമില്ല. എന്റെ സുന്ദരി മോളുടെ ജീവിതത്തിലേക്ക് നീ വന്നു കയറി ഉണ്ടാക്കാത്ത ദുരന്തങ്ങൾ ഒന്നുമില്ല. ഇപ്പൊ വീണ്ടും വന്നു കയറിയിരിക്കല്ലേ. കുട്ടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാ നീ. അറിയാം, ആർക്കും എന്നെ വിശ്വസിക്കാൻ തോന്നില്ല. അതിനിപ്പോ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ അത്രയ്ക്ക് വലിയ തെറ്റുകളാ ഞാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമുണ്ടല്ലോ. ഇപ്പൊ ഈ വീട്ടിനകത്തുള്ളത് എന്റെ രക്തത്തിൽ പിറന്ന എന്റെ കുഞ്ഞ്. വേണമെങ്കിൽ ആ അവകാശം എനിക്ക് ഉറക്കെ വിളിച്ചു പറയാം. മഴമോളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഓ, അത് ശരി. അതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ മോളെ തൊട്ട് നോക്ക്, അപ്പൊ കാണാം. അയ്യോ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനൊരു ഉദ്ദേശം എനിക്കില്ല. പിന്നെ നിന്റെ ഉദ്ദേശം എന്താ? അതൊന്ന് കേക്കട്ടെ. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇനിയിപ്പോ ചെയ്താലും ആർക്കും എന്നെ തടയാൻ പറ്റില്ല. അത് സത്യമല്ലേ? പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിൽ ഉണ്ടാകാതിരുന്ന നിനക്ക് തന്നെ നല്ലത്. ഞാൻ മഴമോളുടെ അച്ഛനാ. അവളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. നിയമപ്രകാരം പോയാൽ എനിക്ക് മോളുടെ മേൽ അവകാശമുണ്ട്. പക്ഷെ ഞാൻ അതിനൊന്നും പോകുന്നില്ല. എന്നെ വിശ്വസിക്കാൻ. എന്താ ഇതൊക്കെ ഓർമ്മിപ്പിച്ച് എന്നെ പേടിപ്പിക്കാണോ? എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിച്ചു പോണം. അത് മാത്രമാണ് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം. ആർക്കും ഒരു ശല്യവും ഞാൻ കാരണം ഉണ്ടാവില്ല. പക്ഷെ ഒരാഗ്രഹമുണ്ട്. എനിക്കെന്റെ മോളെ കാണണമെന്ന് തോന്നുമ്പോ എനിക്ക് കാണണം. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ വരും, കാണും. അതാർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ തരാം. ഞാൻ കാരണം സുന്ദരിക്ക് ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. വാക്ക്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മോളെ കാണാനെന്നും പറഞ്ഞോണ്ട് കൂടെ കൂടെ ഈ വീട്ടിനകത്തേക്ക് വരരുത്. നിന്റെ മുഖം കാണുന്നത് പോലും സുന്ദരിക്ക് ഇഷ്ടമല്ല. വെറുതെ അവക്ക് ടെൻഷൻ ഉണ്ടാക്കി വെക്കരുത്. ഞാനതിന് സുന്ദരിയുടെ മുന്നിൽ വരണം. സുന്ദരി ഞാനും തമ്മില് എന്താ ബന്ധം? എനിക്കാകെ ബന്ധമുള്ളത് ഈ വീട്ടിൽ എന്റെ മോളുമായിട്ടാ. എനിക്കെന്റെ മോളെ മാത്രം കണ്ടാൽ മതി. വേറെ ആരെയും കാണണമെന്നില്ല. എന്റെ മോളെ കാണാൻ പാടില്ലെന്ന് ആർക്കും തടയാനാവില്ല. ഞാൻ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നോക്കി ജീവിച്ചോളാം. പക്ഷെ അതാർക്കും തടയാൻ പറ്റില്ല. തടയാൻ നോക്കരുത്.
ഇവൻ ഒരു നടയ്ക്ക് പോകുന്ന ലക്ഷണമില്ലല്ലോ. അപകടം ചെയ്യും. ഓ. ഇതെന്താ മോളെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അവനെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് കാർത്തിക്, ഒരാൾക്കും പിടികൊടുക്കില്ല അയാള്. ചില നേരത്തെ അയാളുടെ വർത്തമാനം കേട്ടാ തോന്നും ഇതുപോലെ സാധുവായ ഒരാള് ഈ ഉലകത്തിൽ ഉണ്ടാവില്ലെന്ന്. പക്ഷേ തനി രൂപം അവനെ അടുത്തറിഞ്ഞവർക്കേ മനസ്സിലാവും. ഇപ്പൊ അച്ചമ്മയോട് പറഞ്ഞതൊക്കെ മുരുകമാമയും കേട്ടില്ലേ? രണ്ടർത്ഥമുണ്ട് പറഞ്ഞതിന് മുഴുവൻ. തലോടലിനൊപ്പം തല്ലുന്ന പ്രകൃതം, യാചനയ്ക്കൊപ്പം ഭീഷണി. കേട്ടില്ലേ? പേ പിടിച്ച നായി കടിക്കില്ലെന്ന് വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ കാർത്തിക് ഉപദ്രവിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവന്റെ പ്രകൃതവും വർത്തമാനവും ഒക്കെ കേട്ടിട്ട് അത്ര വലിയൊരു അപകടം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുരുകമ്മാമയ്ക്ക് അവനെ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ? ബ്രില്യന്റ് ആയിരുന്ന വൈഗ മാഡത്തിനെ പോലും കള്ളങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ചതിച്ചവനവൻ. അവൻ ആരെയും കയ്യിലെടുക്കാനാവും. അവനെ വിശ്വസിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു നയത്തിലിടപെട്ട കാർത്തിക് എന്ന അപകടത്തെ അകലെ നിർത്താന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എങ്ങനെ അകലെ നിർത്താന്ന മുരുകമാമ പറയുന്നേ? വേറൊന്നുമല്ല, ഒരച്ഛനെന്ന നിലയിൽ മഴമോളെ കാണാൻ അയാൾക്ക് അനുവാദം കൊടുക്കേണ്ടി വരും. അയാള് മോളെ കണ്ടിട്ട് പോട്ടെ എന്ന് വെക്കണം. അതൊരിക്കലും നടക്കില്ല. ഇനി അവന്റെ കൺവെട്ടത്ത് എന്റെ മോളെ ഞാൻ കൊണ്ടുകൊടുക്കില്ല. അബദ്ധം, അബദ്ധ്വാ സുന്ദരി നീ പറയുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സേഫായ ഒരു പൊസിഷനിലാണ്. അവനാ അച്ഛനെന്നുള്ള വിവരം മോൾ അറിഞ്ഞിട്ടില്ല. ഒറ്റക്കാരി അവൻ ആവശ്യപ്പെടുന്നുള്ളൂ, മകളെ കാണാനുള്ള അനുവാദം. ഒറ്റയടിക്ക് അത് നടക്കില്ല എന്ന് പറഞ്ഞ അവൻ കളം മാറ്റി ചവിട്ടും. മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. കാർത്തിക്ക് മഴമോളെ കാണാതിരിക്കണമെങ്കിൽ തൽക്കാലം ഒറ്റ വഴിയേ ഉള്ളൂ. മോളെ ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണം. അതിന് മോളെ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു പറിച്ച നടീലിന് സുന്ദരി തയ്യാറാവൂ? ആ വിഷമം സുന്ദരിക്ക് സഹിക്കാൻ പറ്റൂ? ഇനിയിപ്പോ മഴമോളം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി തന്നെ വെച്ചോ. അറിഞ്ഞിടത്തോളം അത്ര നിസാരക്കാരനല്ല കാർത്തിക്. അവിടെയും മോളച്ചെന്നവൻ കണ്ടുപിടിച്ചാലോ? പുല്ലാറ്റിങ്കര അവൻ അന്യൊന്നും അല്ലല്ലോ. വേറെയും വഴികളുണ്ട്. ബോർഡിങ്ങിലേക്കോ മറ്റോ മോളെ മാറ്റണം. നമ്മുടെ കൺവെട്ടത്തു നിന്നും മഴമോള് മാത്രമുള്ള ഒരിടം. മഴമോള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളുടെ മാസ്റ്റർ, അയാൾ അവിടെ എത്തപ്പെട്ട അവന് ഏറ്റവും സൗകര്യം അതായിരിക്കില്ലേ? ഇനിയുണ്ട് പ്രശ്നങ്ങൾ. മഴയെ കാണാനേ ആവില്ലെന്ന് നമ്മൾ തീർത്ത് പറഞ്ഞ അവന്റെ നിറം മാറും. അച്ചമ്മയുടെ ശാന്തമായി പറഞ്ഞ വാക്കുകളുടെ ഭാവം മാറും. അവൻ നിയമത്തിന്റെ വഴിയെ തന്നെ തിരിയും. നിയമത്തിന്റെ കണ്ണിൽ വൈഗ മേഡത്തിന് ചെയ്തു കൊടുത്ത സത്യത്തിന്റെ പേരിൽ മോളെ ഞാൻ കൂടെ നിർത്തുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല മോളെ. തോറ്റ് അവന് മുന്നിൽ കീഴടങ്ങി മകളെ വിട്ടുകൊടുക്കുന്നതിലും നല്ലത് ബുദ്ധിപൂർവം കൂടെ നിർത്തുന്നത് തന്നെയല്ലേ? മുരുകമാമ എന്താ ഉദ്ദേശിക്കുന്നത്? തൽക്കാലം മഴമോളുടെ സ്കൂൾ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കണ്ട. അതവനെ പ്രകോപിപ്പിക്കും. മോളെ കാണാനേ ആവില്ലെന്നുള്ള വാശി ഉപേക്ഷിക്കുന്നതാവും നല്ലത്. അവൻ കണ്ടിട്ട് പോട്ടേന്ന് വയ്ക്കണം. മഴമോളെ വളർത്തിയതും സ്നേഹിച്ചതും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ജീവിച്ചതും നീയാ. വെറും അമ്മയായല്ല, ബുദ്ധിയുള്ള ഒരു പെണ്ണ.
ആലോചിക്കേ. ശരിയെന്തെന്നല്ല, നമുക്ക് നല്ലതെന്താണോ അത് ചെയ്യാൻ തീരുമാനമെടുക്കുക.